കഠിനമായ വേദന, ബുദ്ധിമുട്ട്, വേസ്റ്റ് ഓഫ് ന്യൂട്രിയൻസ് ഇതെല്ലാം സഹിച്ചാണ് നമ്മുടെ സ്ത്രീകളിൽ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ പീരീഡ്സ് അല്ലെങ്കിൽ ആർത്തവം നടക്കുന്നത്. ഇത്രയും ബുദ്ധിമുട്ടി എന്തിനാണ് ഈ പ്രോസസ്സ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ഉത്തരം പ്രഗ്നൻസി എന്ന വാക്കിലാണ് ആരംഭിക്കേണ്ടത്. ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് അവരുടെ ശരീരം കുഞ്ഞിന് വളരാൻ സേഫായ ഒരിടം ഉണ്ടാക്കാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഇതിനായി കുറേ എനർജിയും ന്യൂട്രിയൻസും ചെലവഴിക്കുന്നു. പക്ഷേ പ്രഗ്നൻസി കുഞ്ഞിനും അമ്മയ്ക്കുമിടയിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നു. കാരണം അമ്മയുടെ ശരീരത്തിന് അവരുടെ ന്യൂട്രിയൻസ് ഇപ്പോഴുള്ള കുഞ്ഞിനും ഇനി വരാൻ പോകുന്ന കുഞ്ഞിനും കൃത്യമായി നൽകണമെന്നായിരിക്കും. എന്നാൽ കുഞ്ഞ് അല്ലെങ്കിൽ ഭ്രൂണം എന്നത് അച്ഛൻ്റെയും കൂടി ജീനുകൾ ചേരുന്നതാണ്. ആ ജീനുകൾക്ക് വേണ്ടത് ആ ബേബിയെ സംരക്ഷിക്കാൻ മാക്സിമം ന്യൂട്രിയൻസ് എടുക്കുക എന്നതാണ്. ഇത് അമ്മയുടെ ശരീരത്തിനുള്ളിൽ ചെറിയൊരു സംഘർഷം സൃഷ്ടിക്കുന്നു. അമ്മയെയും കുഞ്ഞിനെയും ബന്ധിപ്പിക്കുന്ന അവയവമാണ് പ്ലസൻറ്റ. ഇത് അമ്മയുടെ ബ്ലഡ് സപ്ലൈയുമായി കണക്ട് ചെയ്യുന്നു. ഇതുവഴിയാണ് കുഞ്ഞിന് വേണ്ട ഭക്ഷണവും ഓക്സിജനുമൊക്കെ ലഭിക്കുന്നത്. മറ്റ് മിക്ക ജീവികളിലും പ്ലസൻറ്റ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറിൻ്റെ അപ്പുറത്താണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ അമ്മയ്ക്ക് കുഞ്ഞിന് ലഭിക്കേണ്ട ന്യൂട്രിയൻസിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാൻ കഴിയും. എന്നാൽ മനുഷ്യരിൽ പ്ലസൻറ്റ ബ്ലഡ് സ്ട്രീമിലേക്ക് നേരിട്ട് കണക്റ്റ് ആവുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് അമ്മയുടെ ശരീരത്തിനെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഹോർമോൺസ് അയച്ചുകൊണ്ട് അമ്മയുടെ ബ്ലഡ് ഷുഗറോ ബ്ലഡ് പ്രഷറോ ഒക്കെ മാറ്റം വരുത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി എന്നത് ചില സമയങ്ങളിൽ വലിയ റിസ്ക് ആണ്. ഇത് അമ്മയെ നല്ല ടയേർഡാക്കാം. ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ് എന്നിവ പോലുള്ള പ്രശ്നങ്ങളിലും എത്തിക്കാം. ഇത്രയും എനർജിയും റിസ്ക്കും എടുക്കുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ ശരീരത്തിന് ഒരു തീരുമാനമുണ്ട്. അത് നല്ല ആരോഗ്യമുള്ള ഭ്രൂണത്തെ നിലനിർത്തുകയും വളർത്തുകയും ചെയ്യുക എന്നതാണ്. അവിടെയാണ് ആർത്തവത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ എന്താണ് ആർത്തവം? അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെയാണ് ഗർഭിണിയാകുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഗർഭിണിയാകാൻ വേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് സ്പേം അല്ലെങ്കിൽ ബീജം, എഗ് സെൽ അല്ലെങ്കിൽ അണ്ഡകോശം, പിന്നെ യൂട്രസ് അല്ലെങ്കിൽ ഗർഭപാത്രം. ഇതിൽ സ്പേം എന്നത് ഒരു പെൺ അണ്ഡത്തെ ബീജസങ്കലനം ചെയ്യാനും ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കാനും ആവശ്യമായ ജനിതക വസ്തുക്കൾ അടങ്ങിയ പുരുഷ പ്രത്യുൽപാദന കോശങ്ങളാണ്. ഒരു എഗ് സെൽ എന്നത് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ ആവശ്യമായ ജനറ്റിക് ഇൻഫർമേഷൻ്റെ പകുതി അടങ്ങിയ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെല്ലാണ്. ഈ എഗ് സെൽ ഓവറീസ് അല്ലെങ്കിൽ അണ്ഡാശയത്തിനകത്തുള്ള ഫോളിക്കിൾ എന്ന് വിളിക്കുന്ന അറകൾക്കുള്ളിലാണ് ഉണ്ടാവുക. പ്രായപൂർത്തിയായ ഒരു സ്ത്രീയിൽ 4 ലക്ഷത്തിലധികം എഗ് സെൽസ് ഉണ്ടാകും. എന്നാൽ നോർമലി ഓരോ മാസവും ഒരെണ്ണം മാത്രമേ പുറത്തു വിടുകയുള്ളൂ. ഇനി യൂട്രസ് അല്ലെങ്കിൽ ഗർഭപാത്രം എന്നത് ഈ സ്പേമും എഗ്ഗും ബീജസങ്കലനം നടന്നുണ്ടാകുന്ന കുഞ്ഞിന് സേഫായി വളരാനുള്ള ഉള്ളുപൊള്ളയായ ഒരു സ്ഥലമാണ്. ഇത് നോർമലി ഏകദേശം 8 സെൻറ്റിമീറ്റർ ലെങ്ത് ഒക്കെയാണ് ഉണ്ടാവുക. ഗർഭകാലത്തിൻ്റെ അവസാനം ഇത് എക്സ്പാൻഡ് ചെയ്ത് ഫണ്ടൽ ഹൈറ്റ് 40 സെൻറ്റിമീറ്റർ വരെയൊക്കെ ആകും. ഒരു സ്ത്രീ പ്രായപൂർത്തിയാകുന്നതോടെ തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലുട്ടിനൈസിംഗ് ഹോർമോൺ എന്നിവയെ പുറത്തേക്ക് വിടുന്നു. ഈ ഹോർമോണുകൾ ഓവറിയിൽ എത്തുമ്പോൾ അവ എഗ് സെല്ലിനെ വളരാനും മെച്ചുറാകാനും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് ഫോളിക്കിൾസ് ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇതിനോട് പ്രതികരിക്കുന്നു. എഗ് സെൽ വളരുന്നതിനനുസരിച്ച് ഈസ്ട്രജൻ്റെ അളവ് വർദ്ധിച്ച് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുന്നു. ഇത് FSHൻ്റെ ഉൽപ്പാദനം നിർത്തുകയും കൂടുതൽ LH പുറത്തുവിടാൻ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് സിഗ്നൽ നൽകുകയും ചെയ്യുന്നു. LHൻ്റെ ഈ പെട്ടെന്നുള്ള വർധനവ് ഏറ്റവും മെച്ചുറായ എഗ് സെല്ലിനെ അതിൻ്റെ ഫോളിക്കിളിൽ നിന്നും ഓവറിയുടെ വാളിലൂടെ പുറത്തു വരാൻ കാരണമാകുന്നു. ഈ പ്രക്രിയയെ ഓവുലേഷൻ എന്ന് വിളിക്കുന്നു. ഇത് സാധാരണയായി ആർത്തവത്തിന് 10 മുതൽ 16 ദിവസം മുൻപ് സംഭവിക്കുന്നു. ഈ സമയത്ത് യൂട്രസ് ഫെർട്ടിലൈസ് എഗ്ഗിനെ റിസീവ് ചെയ്ത് കുഞ്ഞിന് സേഫായി വളരാൻ ആവശ്യമായി ബ്ലഡ് ആൻഡ് ന്യൂട്രിയൻസ് ഉപയോഗിച്ച് ഒരു ലൈനിങ് ഉണ്ടാക്കിയെടുക്കുന്നു. ഇതിന് എൻഡോമെട്രിയം എന്ന് പറയുന്നു. ഈ പുറത്തു വന്ന എഗ് സെൽ ഫലോപ്പിയൻ ട്യൂബിലൂടെ യാത്ര തുടരുന്നു. ഓവുലേഷൻ കഴിഞ്ഞ് 12 മുതൽ 24 മണിക്കൂറിനുള്ളിൽ ഒരു സ്പേം കൊണ്ട് എഗ് ഫെർട്ടിലൈസ് ആയാൽ മാത്രമേ ഗർഭധാരണം സംഭവിക്കാൻ സാധ്യതയുള്ളൂ. കാരണം എഗ് സെൽ ഏകദേശം 1 ദിവസം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ സ്പേമിന് സ്ത്രീയുടെ പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്കുള്ളിൽ 5 ദിവസം വരെ ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് ഓവുലേഷന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും ഗർഭധാരണം സംഭവിക്കാം.
കാരണം അണ്ഡം പുറത്തു വരുമ്പോൾ ബീജം ജീവനോടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഓവുലേഷന് മുൻപുള്ള ദിവസങ്ങളിലോ ഓവുലേഷന്റെ അന്ന് തന്നെയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ബീജസങ്കലനത്തിലുള്ള ഏറ്റവും ഉയർന്ന സാധ്യത നൽകുന്നു. അങ്ങനെ നമ്മുടെ സ്പേം എഗ്ഗിനെ തേടി പോവുകയും ഓവുലേഷൻ നടക്കുന്ന ദിവസം കണ്ടുമുട്ടുകയും ചെയ്യുകയാണെങ്കിൽ ബീജസങ്കലനം നടക്കുകയും ആ സ്ത്രീ പ്രഗ്നന്റ് ആവുകയും ചെയ്യുന്നു. എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ബീജസങ്കലനം നടന്നില്ലെങ്കിൽ അണ്ഡത്തിന്റെ യാത്ര അവിടെ അവസാനിക്കുകയും ആ മാസത്തേക്കുള്ള ഗർഭധാരണ സാധ്യത ഇല്ലാതാവുകയും ചെയ്യുന്നു. ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് വന്ന് എൻഡോമെട്രിയത്തിൽ ഒട്ടിപ്പിടിച്ചില്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പ്രൊജസ്ട്രോണിന്റെയും ഈസ്ട്രോജന്റെയും അളവ് കുറയുന്നു. ഇതിന്റെ ഫലമായി ഗർഭാശയ ഭിത്തി അല്ലെങ്കിൽ എൻഡോമെട്രിയം കട്ടിയാകുന്നത് നിർത്തുകയും ശിഥിലമാകാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഒടുവിൽ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ബ്ലഡും ടിഷ്യൂവും പുറത്തു പോകുന്ന പ്രക്രിയയാണ് ആർത്തവം അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ. ആവശ്യമില്ലാത്ത ഈ വസ്തുക്കൾ പൂർണ്ണമായി പുറന്തള്ളാൻ ഗർഭപാത്രത്തിന് ഒരാഴ്ച വരെ സമയമെടുത്തേക്കാം. അതിനുശേഷം ഈ സൈക്കിൾ വീണ്ടും ആരംഭിക്കുന്നു. ഈ സൈക്കിൾ പലപ്പോഴും ഒരു ക്ലോക്ക് പോലെ കൃത്യമായി നടക്കുമെങ്കിലും ഓരോരുത്തരുടെയും ശരീരത്തിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാകാം. ചില ആർത്തവം മറ്റുള്ളവയേക്കാൾ കൂടുതൽ നീണ്ടു നിൽക്കാം. വ്യത്യസ്ത സ്ത്രീകളിൽ വ്യത്യസ്ത പ്രായങ്ങളിലാണ് ആർത്തവം തുടങ്ങുന്നതും അവസാനിക്കുന്നതും. എളുപ്പത്തിൽ പറഞ്ഞാൽ മെൻസ്ട്രേഷനിലെ വ്യതിയാനങ്ങൾ തികച്ചും സാധാരണമാണ്. സയന്റിഫിക്കായി കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ മെൻസ്ട്രേഷനെ കുറിച്ച് ചില മിത്ത് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനിയാണ് പീരിയഡ്സിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. പീരിയഡ്സിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ അറിവില്ലായ്മയും തെറ്റിദ്ധാരണയും സമൂഹത്തിൽ പരക്കുന്നു. ലോകത്തെ ജനസംഖ്യയിൽ പകുതി പേർക്കും നടക്കുന്ന ഈ കാര്യത്തെക്കുറിച്ചുള്ള അറിവ് സമൂഹത്തിൽ എത്തിക്കേണ്ടത് മറ്റെല്ലാ കാര്യം പോലെയും അത്യാവശ്യമാണ്. മറ്റൊരു കാര്യമാണ് മെൻസ്ട്രേഷൻ എന്നാൽ അശുദ്ധമാണ്. അല്ല, മെൻസ്ട്രേഷൻ എന്നാൽ അശുദ്ധമോ നാണക്കേടോ ഒന്നുമല്ല. അത് ബയോളജിയാണ്. നമ്മൾ ശ്വസിക്കുന്നത് പോലെ ഹൃദയമിടിക്കുന്നത് പോലെ ശരീരത്തിൻ്റെ മറ്റൊരു പ്രക്രിയ മാത്രമാണ്. അടുത്ത കാര്യമാണ് ആർത്തവം ശരീരത്തിൽ നിന്നും വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നു. ഇത് മറ്റൊരു തെറ്റിദ്ധാരണയാണ്. നമ്മുടെ കരളും വൃക്കകളുമാണ് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നത്, അല്ലാതെ ആർത്തവമല്ല. ആർത്തവം ഒരു ശുദ്ധീകരണ പ്രക്രിയ ആയിരുന്നുവെങ്കിൽ അത് ആർത്തവ വിരാമം വന്ന സ്ത്രീകൾക്കും എല്ലാ പുരുഷന്മാർക്കും ഒരു മോശം വാർത്തയായേനെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മെൻസ്ട്രേഷൻ സമയത്തെ വേദന എത്ര കഠിനമായാലും അത് നോർമലാണ് എന്നത്. ആർത്തവ സമയത്ത് നേരിയ വയറുവേദന പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ വേദന നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ വേദന സംഹാരികൾ ഫലിക്കാതെ വരികയോ ചെയ്താൽ അത് എൻഡോമെട്രിയോസിസ് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചനയായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതിന് മെഡിക്കൽ ശ്രദ്ധ അത്യാവശ്യമാണ്. അടുത്തൊരു മിത്താണ് മെൻസ്ട്രേഷൻ സൈക്കിൾ എപ്പോഴും 28 ദിവസമായിരിക്കുമെന്നത്. ഇതൊരു മിത്തിക്കൽ ആവറേജ് മാത്രമാണ്. തികച്ചും ആരോഗ്യകരമായ ഒരു സൈക്കിൾ ഒരു മാസം 26 ദിവസവും അടുത്ത മാസം 32 ദിവസവും ഒക്കെ ആകാം. നിങ്ങളുടെ ശരീരം ഒരു ക്ലോക്കല്ല. വ്യതിയാനങ്ങൾ സാധാരണമാണ്. ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതും മാസത്തിൽ നടക്കുന്ന ഈ പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതും സ്ത്രീകൾക്ക് അവരുടെ സ്വന്തം ശരീരത്തെ മനസ്സിലാക്കാനും അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും ശക്തി നൽകും. ഞങ്ങൾ ചെയ്യുന്ന എഡ്യൂക്കേഷണൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു 3D എക്സ്പ്ലനേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം.